എല്ലാവർക്കും ഒരു ചിന്ന കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ ഹാർട്ട് ബ്ലാക്കൻഡ് എന്ന കൊറിയൻ മൂവിയുടെ കഥയാണ്. ഒരു സ്ത്രീയുടെ സെക്സ് വീഡിയോ ലീക്കാകുന്നു. പിറ്റേ ദിവസം ആ സ്ത്രീ മരണപ്പെടുന്നു. ആ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നത് ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലുള്ള മകളെയാണ്. എന്നാൽ അവൾക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല. അവസാനം കൊലയാളിയെ കണ്ടെത്തുന്നു. അത് ഒന്നൊന്നര ട്വിസ്റ്റാണ്. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ സിനിമയുടെ ഉള്ളിലേക്ക് തള്ളിക്കയറാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. ഇവളുടെ പേര് മീര എന്നാണ്. അപ്പോഴത്തേക്കും പ്രായമായ ഒരാൾ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അയാൾ മീരയുടെ അച്ഛനാണ്. അയാൾ അന്നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ്. അങ്ങനെ മീര മുറിയുടെ വാതിൽ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീ ഇവളെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മീരയെ കണ്ടതും ആ സ്ത്രീ അവളെ മുറിക്കകത്തേക്ക് ക്ഷണിക്കുന്നു. ഈ സ്ത്രീയുടെ പേരാണ് യൂന. യൂന ഒരു ഫേമസ് സിംഗറാണ്. അങ്ങനെ മീര വന്ന് യൂനയോട് സംസാരിക്കുന്നു. അപ്പോൾ യൂന അച്ഛൻ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ മീര അച്ഛൻ ഉടനെ എത്തുമെന്ന് പറയുന്നു. ഇതേ സമയം മീരയുടെ അച്ഛൻ തൻ്റെ സുഹൃത്തിനോട് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. ശേഷം അയാൾ മീരയും യൂനയുമുള്ള മുറിയിലേക്ക് വന്നു നിങ്ങൾ പരിചയപ്പെട്ടോ എന്ന് ചോദിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ മീരയുടെ അമ്മ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് അച്ഛൻ വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അച്ഛൻ തൻ്റെ വധുവാക്കാൻ കണ്ടെത്തിയ സ്ത്രീയാണ് യൂന. അവളെ മകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് അയാൾ മകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അയാളുടെ പേര് ഇംതിയാസ് സാൻ എന്നാണ്. ആ ബിസിനസ്സുകാരൻ തൻ്റെ മകളെക്കുറിച്ച് യൂനയോട് വിവരിക്കുന്നു. മകൾ കൊച്ചുകുട്ടിയാണ്. പഠിക്കുന്ന സമയത്തൊക്കെ നല്ല തമാശയൊക്കെ പറയുമായിരുന്നു. നീ ആ ബുക്ക് വായിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. മീരയുടെ അമ്മ മീരയെക്കുറിച്ച് എഴുതിയ ബുക്കാണ് അതിൽ. മീരയുടെ ചെറുപ്പകാലത്ത് നടന്ന സംഭവങ്ങളും ഫോട്ടോയും ഒക്കെ ആ പുസ്തകത്തിലുണ്ട്. തൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടങ്ങിയ ആ പുസ്തകം രണ്ടാനമ്മയാകാൻ പോകുന്ന സ്ത്രീയുടെ കയ്യിൽ കണ്ടപ്പോൾ മീരയ്ക്ക് ദേഷ്യം വന്നു. അവൾ യൂനയോട് ഈ പുസ്തകം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ അത് നിന്റെ അമ്മ നിന്നെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ്. യൂനയ്ക്ക് നിന്നെക്കുറിച്ച് കൂടുതൽ അറിയണമായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പുസ്തകം അവൾക്കെടുത്തു കൊടുത്തു എന്ന് അയാൾ പറയുന്നു. അപ്പോൾ മീര കരഞ്ഞുകൊണ്ട് ഇവർ എൻ്റെ അമ്മയെപ്പോലെയല്ല എന്ന് പറയുന്നു. ഈ മറുപടി കേട്ടപ്പോൾ യൂനയും മീരയുടെ അച്ഛനും എന്തു പറയണമെന്നറിയാതെ നിശബ്ദമായി നിൽക്കുന്നു. അതോടെ ആ സീൻ അവിടെ കട്ടാകുന്നു. അടുത്ത സീൻ 1 വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആ ബിസിനസ്സുകാരൻ, അതായത് മീരയുടെ അച്ഛൻ, അയാളെ നമുക്ക് തൽക്കാലം ബിസിനസ്സുകാരൻ എന്ന് പറയാം. അയാളും യൂനയും തമ്മിൽ ഡേറ്റിംഗിലാണ്. അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആ ബിസിനസ്സുകാരൻ യൂനയ്ക്ക് വിലപിടിപ്പുള്ള ഒരു വാച്ച് സമ്മാനമായി നൽകുന്നു. അങ്ങനെ അവർ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പ്രൈവറ്റ് ബോട്ടിൽ ആസ്വദിക്കുന്നു. ഇതേ സമയം മീര അച്ഛനോടും രണ്ടാനമ്മയോടുമുള്ള വെറുപ്പ് കാരണം അവൾ തോന്നിയ പോലെ ജീവിക്കുന്നു. ഡാൻസ് ബാറിലും ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചുപൊളിച്ചും മദ്യപിച്ചുമൊക്കെയാണ് അവൾ ജീവിക്കുന്നത്. ഇതിൽ അവളുടെ അച്ഛന് വളരെ സങ്കടമുണ്ട്. അങ്ങനെ ഇരിക്കെ ഡാൻസ് ബാറിൽ വെച്ച് അവളുടെ ഒരു സുഹൃത്തിൻ്റെ ഫോണിൽ തൻ്റെ രണ്ടാനമ്മ വേറെ ഒരാളുമായി സെക്സ് ചെയ്യുന്ന വീഡിയോ കാണാൻ ഇടയാകുന്നു. അവൾ ആ ഫോൺ വാങ്ങി ആ വീഡിയോ മുഴുവനായി നോക്കുന്നു. ശേഷം രണ്ടാനമ്മയ്ക്ക് മീര എനിക്ക് നിങ്ങളെ നേരിട്ട് അത്യാവശ്യമായി കാണണമെന്ന് മെസ്സേജ് അയക്കുന്നു. മീരയ്ക്ക് തന്നെ കാണണമെന്ന മെസ്സേജ് കണ്ടപ്പോൾ തന്നെ യൂനയ്ക്ക് സന്തോഷമാവുന്നു. അവൾ ആ കാര്യം മീരയുടെ അച്ഛനെ അറിയിക്കുന്നു. അയാൾക്കതിൽ ആശ്ചര്യവും വളരെ സന്തോഷവും തോന്നുന്നു. കാരണം മകൾ ഇപ്പോൾ അയാളോട് നേരെ സംസാരിക്കാറില്ല. അവൾക്ക് അയാളോട് പിണക്കമാണ്. എന്തായാലും നീ അവളെ കണ്ടോന്ന് സംസാരിക്കേ, നീ ഒന്ന് ഉപദേശിക്കുക എന്നൊക്കെ ആ ബിസിനസ്സുകാരൻ യൂനയോട് പറയുന്നു. അപ്പോൾ യൂന ഞങ്ങൾ ഒരുമിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമാകുമല്ലേ എന്ന് ബിസിനസ്സുകാരനോട് ചോദിച്ച ശേഷം യൂന ഞാൻ മീരയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങാൻ നേരം യൂന മകളുമായി കോംപ്രമൈസിന് പോകുന്നതാണെന്ന് ധരിച്ച് ആ ബിസിനസ്സുകാരൻ യൂനയെ കെട്ടിപ്പിടിച്ച് താങ്ക്സ് ഒക്കെ പറയുന്നു. ശേഷം യൂന മീരയെ കാണാൻ ഡാൻസ് ബാറിലേക്ക് എത്തുന്നു. അപ്പോൾ കുടിച്ച് ലെക്കില്ലാതെ അവിടെ ഇരിക്കുന്ന മീരയെയാണ് യൂന കണ്ടത്. ശേഷം അവർ തമ്മിൽ വഴക്കിടുന്ന രംഗം CCTV ക്യാമറയിൽ കാണുന്നു. ശരിക്കും അവിടെ എന്താണ് നടന്നതെന്ന് നമുക്ക് കാണിക്കുന്നില്ല. അവിടെ എന്തോ കാര്യമായി നടന്നിട്ടുണ്ട്. ശേഷം ആ ക്ലബിൽ നിന്നും പോയ കാർ നടു റോഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല പോകുന്ന വഴിക്കുള്ള വണ്ടികളെ ആ കാർ ഇടിക്കുന്നുമുണ്ട്. പോലീസ് അതൊക്കെ സർവൈലൻസ് ക്യാമറ വഴി ശ്രദ്ധിക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത സീനിൽ കുറച്ച് വക്കീലന്മാർ രാത്രി 2:30 വെള്ളമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത കാണുന്നു. പ്രശസ്ത ഗായികയും അതുകൂടാതെ ബിസിനസ്മാൻ ഇംതിയാസിന്റെ പ്രതിശുദ്ധ വധുവുമായ യൂനയ്ക്ക് അപകടം സംഭവിച്ച് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നായിരുന്നു വാർത്ത. ഡോക്ടേഴ്സ് യൂനയുടെ ജീവൻ രക്ഷിക്കാൻ പഠിച്ച പണി 18 നോക്കുകയാണ്. ഈ വാർത്ത കണ്ട വക്കീലന്മാരിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ ഒരുത്തൻ വേഗം അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്നു. കാരണം ആ ബിസിനസ്മാൻ ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് ആ പ്രോസിക്യൂട്ടർ സംശയിക്കുന്നു. മുമ്പൊരു കേസിൽ ഈ ബിസിനസ്മാൻ സാക്ഷിയുടെ മൊഴി മാറ്റിച്ച് വേറൊരുത്തന്നെ സറണ്ടർ ചെയ്യിപ്പിച്ച് കേസ് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഈ കേസിന് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് ആ പ്രോസിക്യൂട്ടർ രാത്രി തന്നെ സ്പോട്ടിലേക്ക് പോകുന്നത്. ശേഷം സ്പോട്ടിലെത്തിയ പ്രോസിക്യൂട്ടർ
അവിടെ രക്തം തെറിച്ചതിൻ്റെ പാടുകൾ കാണുന്നു. ശേഷം CCTV വീഡിയോ ചെക്ക് ചെയ്യാനായി CCTV ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് പോയപ്പോൾ അവിടെ മുഴുവനും തെളിവ് നശിപ്പിക്കാനായി ആരോ തീയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CCTV വിഷ്വൽസൊക്കെ നശിച്ചുപോയി. അവർക്കൊരു ഫൂട്ടേജും അവിടെ നിന്ന് ലഭിക്കുന്നില്ല. അപ്പോൾ തന്നെ പ്രോസിക്യൂട്ടറിന് ആരോ മനഃപൂർവ്വം തെളിവ് നശിപ്പിക്കാനായിട്ടാണ് തീയിട്ടതെന്ന സത്യം മനസ്സിലാകുന്നു. ശേഷം അവിടെ നിർത്തിയിട്ടുള്ള കാറുകളിലെ ഡാഷ് ക്യാമിൽ നിന്നും വല്ല ഫൂട്ടേജും കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞ ശേഷം പ്രോസിക്യൂട്ടർ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നേരം വെളുത്തപ്പോൾ റോഡിൽ അപകടമുണ്ടാക്കിയ കാർ പോലീസ് കണ്ടെത്തുന്നു. ആ കാർ ഓടിച്ചിരുന്നത് മീരയാണ്. ആ കാറാണ് യൂനയെ ഇടിച്ചതും. അങ്ങനെ പോലീസ് മീരയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ സ്റ്റേഷനിലേക്ക് അവളുടെ അച്ഛൻ അവളെ കാണാൻ വരുന്നു. എന്നിട്ടയാൾ യൂന മരിച്ചു എന്ന കാര്യം അവളെ അറിയിക്കുന്നു. എന്നാൽ അവൾക്കൊരു ഭാവമാറ്റവുമില്ല. സത്യം പറ, ഇന്നലെ എന്താണ് സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ രക്ഷിക്കാം, അല്ലെങ്കിൽ നിയമം നിന്നെ ശിക്ഷിക്കും. ഞാൻ ഒന്നും തന്നെ ചെയ്യില്ല എന്ന് മീരയുടെ അച്ഛൻ അവളോട് പറയുന്നു. അപ്പോൾ മീര, നിങ്ങൾ ആ വേശ്യയായ സ്ത്രീക്ക് വേണ്ടി എന്നെ സംശയിക്കുകയാണോ എന്ന് അവൾ അച്ഛനോട് ചോദിക്കുന്നു. അപ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ശേഷം യൂനയുടെ മരണാനന്തര ചടങ്ങ് കാണിക്കുന്നു. ശേഷം ബിസിനസ്മാൻ യൂനയുടെ ഡ്രസ്സ് കെട്ടിപ്പിടിച്ച് ഉറക്കെ കരയുന്നു. അയാളെ സ്നേഹിച്ചിരുന്ന ആ സ്ത്രീ മരണമടഞ്ഞു. ഇപ്പോൾ അയാൾ ശരിക്കും ഒറ്റപ്പെട്ടു. മകൾക്കും അയാളെ ഇഷ്ടമല്ല. അടുത്ത സീനിൽ ഈ ബിസിനസ്സുകാരൻ്റെ ഓഫീസ് കാണിക്കുന്നു. അവിടെ കുറച്ചുപേർ വന്നിട്ടുണ്ട്. അവരൊക്കെ വന്നത് മീരയെ ഈ കേസിൽ നിന്നും രക്ഷിക്കാനുള്ള വഴി കണ്ടെത്താനാണ്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരാൾ മീരയുടെ ലാപ്ടോപ്പ് അവളുടെ അച്ഛന് കാണിക്കുന്നു. അതിലൊരു ഗെയിമുണ്ട്. ഒരു പെൺകുട്ടി അവളുടെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ കൊല്ലുന്ന വീഡിയോ ഗെയിം. ആ ഗെയിം മീര എപ്പോഴും കളിക്കുമായിരുന്നു. ഇത് പുറത്തറിഞ്ഞാൽ ചിലപ്പോൾ മീരയുടെ കേസിനെ നെഗറ്റീവായി ബാധിക്കും. ഇതൊരു തെളിവായി കോടതി പരിഗണിക്കും എന്നൊക്കെ അവർ പറയുന്നു. ഈ ഗെയിം പ്രോസിക്യൂട്ടർ തെളിവായി കോടതിയിൽ സമർപ്പിച്ചാൽ അത് മീര മനഃപൂർവ്വം യൂനയെ കൊന്നതെന്ന വാദത്തിന് ശക്തി പകരും. അതുകൊണ്ട് ഈ ഗെയിമിന്റെ കാര്യം ആരും അറിയാതെ നോക്കണമെന്ന് അയാൾ പറയുന്നു. എന്നാൽ മീരയുടെ അച്ഛൻ ഈ ഗെയിം ഇഷ്യൂ FB വഴി ലീക്ക് ചെയ്യാൻ പറയുന്നു. എനിക്ക് ആ ഗെയിം കമ്പനിയിൽ 85% ഷെയറുണ്ട്. ഈ ഒരു സംഭവം പുറത്തായാൽ ആ ഗെയിമിൻ്റെ ഫേക്ക് യൂസേഴ്സിനെ കൂട്ടാൻ സാധിക്കും. അതുവഴി നമുക്ക് നല്ലൊരു ലാഭവിഹിതം കിട്ടും എന്നൊക്കെ അയാൾ പറയുന്നു. മകൾ ജയിലിൽ കിടക്കുമ്പോഴും ബിസിനസ് വളർത്താൻ കിട്ടുന്ന ഒരു ചാൻസും അയാൾ മിസ്സാക്കിയില്ല എന്നൊരു അച്ഛനാണല്ലേ. ശേഷം അയാൾ ചോയ് ഹി ജങ് എന്ന വക്കീലിനെ മകളുടെ കേസ് ഏൽപ്പിക്കാൻ ഏർപ്പാടാക്കുന്നു. ആ വക്കീൽ ഒരു ഫേമസ് വക്കീലല്ല, ഒരു സാധാരണ വക്കീലാണ്. എന്നാൽ നീതി, ന്യായം, സത്യം ഇവ വിട്ട് അവൾക്കൊരു കളിയുമില്ല. ഇതുപോലെ കേസ് കുറഞ്ഞ വക്കീലിനെ ആ കോടീശ്വരൻ എന്തിനാണ് മകളുടെ കേസ് ഏൽപ്പിച്ചത്? അയാൾ വിചാരിച്ചാൽ നല്ല എണ്ണം പറഞ്ഞ വക്കീലന്മാർ വരും. എന്നാൽ അയാളുടെ പ്ലാൻ വേറെയായിരുന്നു. ആ സിനിമയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ആ ലേഡി വക്കീൽ അവളുടെ വീട്ടിലെത്തിയ ശേഷം അവളുടെ കൂട്ടുകാരിയോട് ആ ബിസിനസ്മാൻ മകളുടെ കേസ് തന്നെ ഏൽപ്പിച്ച കാര്യം പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ വക്കീൽ മീരയെ കാണാൻ ജയിലിലേക്ക് പോകുന്നു. അങ്ങനെ മീരയോട് ഈ കേസിനെ കുറിച്ച് നമ്മുടെ വക്കീൽ സംസാരിച്ചപ്പോൾ അവൾക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുന്നു. ഈ വക്കീലും മീരയും മുൻ പരിചയമുണ്ട്. വക്കീൽ അവൾക്ക് ഇഷ്ടമുള്ള ചായയും ചോക്ലേറ്റും ഒക്കെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ മീരയോട് സംസാരിച്ചതിന് ശേഷം വക്കീൽ നേരെ മീരയുടെ അച്ഛനെ കാണാൻ പോകുന്നു. അന്നേരം ആ ബിസിനസ്സുകാരൻ, മീര നിരപരാധി എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വക്കീലിനോട് ചോദിക്കുന്നു. അപ്പോൾ വക്കീൽ, യെസ്, അവൾ നിരപരാധി ആണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് മറുപടി നൽകുന്നു. അപ്പോൾ മീരയുടെ അച്ഛൻ, ഇന്നു മുതൽ നീ മാത്രമായിരിക്കും മീരയുടെ ലീഗൽ പ്രതിനിധി. നീ അവൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും മികച്ച രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞ ശേഷം മീരയുടെ അച്ഛൻ ആ ലേഡി വക്കീലിന് മകളുടെ കേസ് ഏൽപ്പിച്ച കാര്യം മീരയോട് അറിയിക്കുന്നു. അടുത്ത സീനിൽ പ്രോസിക്യൂട്ടേഴ്സിൻ്റെ ടീം യൂന മരിച്ച ആക്സിഡൻറ്റ് 3Dയിൽ റീക്രിയേറ്റ് ചെയ്യുന്നു. കാർ ഇടിച്ച ശേഷം ഭിത്തിയിലേക്ക് തെറിച്ച് വീണ യൂനയുടെ തലയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ലാമ്പ് തറയ്ക്കുകയും അങ്ങനെ രക്തസ്രാവം ഉണ്ടാവുകയും അതുകൂടാതെ വണ്ടിയിടിച്ച ആഘാതത്തിൽ വാരിയലുകൾ തകരുകയും ചെയ്തിരുന്നു. ഇതാണ് യൂനയുടെ മരണകാരണം. അടുത്ത സീനിൽ മീരയുടെ അച്ഛൻ്റെ കാർ ഡ്രൈവറും സന്തത സഹചാരിയുമായ ഒരു സ്റ്റാഫ് ഒരു ഷോപ്പിൻ്റെ ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ മോഷൻ ക്യാപ്ചറായി അവിടെ ഉണ്ടായിരുന്ന CCTV റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ആ CCTV റെക്കോർഡ് ചെയ്യുന്ന ശബ്ദം കേട്ട് ആ ഡ്രൈവറിനും CCTV റെക്കോർഡാകുന്ന കാര്യം മനസ്സിലാകുന്നു. ഈ ഡ്രൈവർ ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്നത് ആ ഷോപ്പ് ഓണർ ലൈവ് വീഡിയോ ആയി കാണുന്നുമുണ്ട്. അങ്ങനെ CCTV ആക്റ്റീവ് ആയതുകൊണ്ടും ലോക്ക് തുറക്കാൻ പറ്റാത്ത കാര്യവും ഡ്രൈവർ ആ ബിസിനസ്മാനെ വിളിച്ച് അറിയിക്കുന്നു. അങ്ങനെ വിചാരണ തുടങ്ങി. പ്രോസിക്യൂഷൻ മീരയെ വിസ്തരിക്കാൻ കോടതിയുടെ അനുവാദം വാങ്ങിയ ശേഷം വിസ്താരം തുടങ്ങുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ വക്കീൽ മീരയോട് നിങ്ങളും യൂനയുമായി എന്താണ് ബന്ധമെന്ന് ചോദിക്കുന്നു. അപ്പോൾ മീര ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നു. അപ്പോൾ പ്രോസിക്യൂട്ടർ, എന്ത്, യൂന നിങ്ങളുടെ അച്ഛൻ്റെ വധുവല്ലേ? അപ്പോൾ നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാവില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് യൂനയോട് ഇത്ര പക? നിങ്ങളല്ലേ ആ സ്ത്രീയെ വരാൻ പറഞ്ഞത്? അപ്പോൾ മീര, അതെ, ഞാനാണ് അവരോട് വരാൻ പറഞ്ഞത്. പക്ഷേ ഞാനന്ന് ഒരുപാട് മദ്യപിച്ചിരുന്നു. എനിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല എന്നവൾ പറയുന്നു. അതുമാത്രമല്ല, പ്രോസിക്യൂട്ടർ എന്തു തന്നെ ചോദിച്ചാലും എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് തന്നെ മീര കരഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നു.
അപ്പോൾ പ്രോസിക്യൂട്ടർ ഒരു കാറിന്റെ ഫോട്ടോ കാണിച്ച് ഇത് നിങ്ങളുടെ കാറല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മീര അതെ എന്ന് പറയുന്നു. ഈ കാർ അപകടം നടന്ന രാത്രി നിങ്ങളല്ലേ ഓടിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ മീര എനിക്ക് ഒന്നും ഓർമ്മയില്ല, ഞാൻ രാവിലെ ബോധം വന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ ബോട്ട് ക്ലബിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രോസിക്യൂട്ടർ നിങ്ങളല്ലേ യൂനയെ കൊന്നതെന്ന് മീരയോട് ചോദിച്ചപ്പോൾ അവൾ പൊട്ടിക്കരയുന്നു. ശേഷം നമ്മുടെ വക്കീൽ വന്ന് മീരയോട് നീ സാധാരണ മദ്യപിച്ചാൽ വണ്ടി ഓടിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ ഇല്ല, ഞാൻ മദ്യപിച്ചാൽ മിങ് ചെങ് എന്ന ഡ്രൈവറാണ് വണ്ടി ഓടിക്കാറ് എന്ന് മീര പറയുന്നു. അപ്പോൾ അന്ന് അപകടം നടന്ന ദിവസം ആരാണ് വണ്ടി ഓടിച്ചതെന്ന് വക്കീൽ മീരയോട് ചോദിക്കുന്നു. അപ്പോൾ മീര എനിക്ക് ഓർമ്മയില്ല എന്ന് മറുപടി നൽകുന്നു. ശേഷം ലേഡി വക്കീൽ കോടതിയോട് അപകടം നടന്ന ദിവസം എൻ്റെ കക്ഷി ആ വണ്ടി ഓടിച്ചു എന്നതിന് തെളിവില്ല, ആ വണ്ടി പോയ റൂട്ട് മാത്രമാണ് പ്രോസിക്യൂട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത്. സാധാരണ മീര മദ്യപിച്ചാൽ അവളുടെ വണ്ടി ഓടിക്കുന്നത് മിങ് ചെങ് എന്ന ഡ്രൈവറാണ് എന്നീ കാര്യങ്ങൾ ലേഡി വക്കീൽ കോടതിയെ അറിയിക്കുന്നു. അതോടെ കോടതിക്കും മറ്റുള്ളവർക്കും മീര ഈ കൊലപാതകം ചെയ്തിരിക്കില്ല എന്നൊരു തോന്നലുണ്ടാവുന്നു. ശേഷം പ്രോസിക്യൂട്ടർ വക്കീലും അദ്ദേഹത്തിന്റെ ടീമും ഈ കേസിനെ പറ്റി ചർച്ച ചെയ്യുന്നു. പ്രോസിക്യൂട്ടർ എന്തുകൊണ്ടായിരിക്കാം മീര യൂനയെ കാണാൻ വിളിച്ചത്? അതിനൊരു കാരണമുണ്ടാവുമല്ലോ, എന്തായിരിക്കാം അത് എന്ന് അവർ ആലോചിക്കുന്നു. അപ്പോൾ ഒരു ടീംമേറ്റ് ഈ യൂനയും അവളുടെ മുൻകാമുകനും തമ്മിലുള്ള ഒരു സെക്സ് വീഡിയോ ലീക്കായിരുന്നു, അത് മീര കണ്ടിരുന്നു എന്ന് അവളുടെ സുഹൃത്ത് മൊഴി നൽകിയിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനായിരിക്കാം മീര ചിലപ്പോൾ യൂനയെ വിളിച്ചത് എന്ന് ആ ടീംമേറ്റ് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും വിചാരണ ആരംഭിക്കുന്നു. പ്രോസിക്യൂട്ടർ വക്കീൽ പുതിയൊരു സാക്ഷിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സാക്ഷി ആരാണെന്ന് വെച്ചാൽ മീരയും യൂനയും ആ പ്രൈവറ്റ് വീഡിയോയുടെ പേര് പറഞ്ഞ് വഴക്കിടുന്നത് കണ്ടിരുന്നു. മീര അപ്പോൾ യൂനയോട് നീ എല്ലാവരുടെയും കൂടെയും അഴിഞ്ഞാടിയ ശേഷമാണോ എൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ യൂന ഇതെൻ്റെ പഴയ കാമുകനുമൊത്തുള്ള വീഡിയോ ആണ്, ഈ കാര്യമൊക്കെ നിന്റെ അച്ഛന് അറിയാം. അപ്പോൾ മീര അച്ഛന് നിന്നെപ്പോലൊരുത്തിയെ വേണമായിരിക്കും, പക്ഷേ എനിക്ക് നിന്നെപ്പോലൊരു അമ്മയെ വേണ്ട എന്ന് പറയുന്നു. അതും കേട്ടതും യൂന അവളെ ഷൗട്ട് ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഉന്തലും പിടിയുമാകുന്നു. ശേഷം ഇവരുടെ ഡ്രൈവർ വന്നാണ് അവരെ പിടിച്ചു മാറ്റിയത് എന്നും അന്നേരം രണ്ടുപേരും പരസ്പരം നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ വെല്ലുവിളിച്ചിരുന്നുവെന്നും അതുമാത്രമല്ല ആ പിടിവലിയിൽ മീരയുടെ ഡ്രസ്സിൽ നിന്നും മുത്തുകൾ താഴെ വീണിരുന്നുവെന്നും ആ സാക്ഷി മൊഴി നൽകുന്നു. അതോടെ മീരയ്ക്ക് യൂനയോട് വ്യക്തിവൈരാഗ്യവും വഴക്കും ഉണ്ടായതിന്റെ കാരണം കോടതിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ആ പ്രൈവറ്റ് വീഡിയോ കോടതിയിൽ പ്ലേ ചെയ്യുന്നു. ബിസിനസ്മാൻ ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ തല താഴ്ത്തി നിൽക്കുന്നു. കാരണം അയാളുടെ ഭാര്യ ആവേണ്ട പെണ്ണ് വേറൊരുത്തൻ്റെ കൂടെയുള്ള പ്രൈവറ്റ് വീഡിയോ ആണ് കോടതിയിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് പ്ലേ ആവുന്നത്. അങ്ങനെ അന്നത്തെ വിസ്താരം കഴിഞ്ഞ ശേഷം ബിസിനസ്മാൻ പബ്ലിക് പ്രോസിക്യൂട്ടറെ കാണാൻ വരുന്നു. എന്നിട്ട് അയാളോട് എൻ്റെ കൊച്ചിനെ വെറുതെ വിടാൻ നിനക്ക് എന്ത് വേണം? നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരാം, വേണമെങ്കിൽ നിനക്ക് പ്രോസിക്യൂട്ടർ ജനറൽ സീറ്റ്, അതും ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിത്തരാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ ബിസിനസ്മാൻ ആ പ്രോസിക്യൂട്ടറിന് നൽകുന്നു. എന്നാൽ ആ പ്രോസിക്യൂട്ടർ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അടുത്ത സീനിൽ ആ ലേഡി വക്കീലിനെ കാണിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെടുത്താവുന്ന ഒരുത്തനെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് ആ ലേഡി വക്കീലിന്റെ കൂട്ടുകാരി ഒരുത്തനെ ഫോട്ടോ കാണിച്ചുകൊണ്ട് നമ്മുടെ ലേഡി വക്കീലിനോട് പറയുന്നു. ഇവനാണ് കേബിൾ കൈ, ഇവൻ യൂനയുടെ കടുത്ത ആരാധകനാണ്. ഇവൻ യൂനയുടെ ഓഫീസിന്റെ പരിസരത്ത് അനധികൃതമായി CC ക്യാം ഫിറ്റ് ചെയ്തു. എന്നാൽ ആ കേസ് യൂനോ ഒത്തുതീർപ്പാക്കി. അവരാണ് ഇവനെ ജയിലിൽ നിന്നും ഇറക്കിയത്. അങ്ങനെ കൂട്ടുകാരി ആ കേബിൾ ഗൈയുടെ CCTV കടയുടെ ലൊക്കേഷനൊക്കെ കണ്ടെത്തി വക്കീലിന് കൊടുക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ലേഡി വക്കീൽ ആ ഷോപ്പിലേക്ക് അവനെ അന്വേഷിച്ചു വരുന്നു. അങ്ങനെ അവർ ആ ഷോപ്പിലേക്ക് എത്തുന്നു. എന്നാൽ ആ ഷോപ്പ് ക്ലോസ് ആയിരുന്നു. പെട്ടെന്ന് ഷോപ്പിലെ CCTV മോഷൻ ക്യാപ്ചർ ചെയ്ത് അലറാം അടിക്കുന്നു. ഷോപ്പിൽ ആരോ വന്ന കാര്യം ഷോപ്പ് ഓണർ അറിയുന്നു. അവൻ്റെ ഫോണിൽ സിഗ്നൽ ലഭിക്കുന്നു ആരോ ഷോപ്പിലേക്ക് വന്നു എന്ന്. അതുമാത്രമല്ല ആ വന്നയാളുടെ ലൈവ് വീഡിയോയും അവൻ കാണുന്നുണ്ട്. ഈ ഷോപ്പ് നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. ആ ബിസിനസ്മാൻ്റെ ഡ്രൈവർ ലോക്ക് തുറക്കാൻ നോക്കിയ അതേ ഷോപ്പാണ് ഈ ഷോപ്പ്. അങ്ങനെ നമ്മുടെ ലേഡി വക്കീൽ അവിടെയുള്ള നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. അപ്പോൾ ആ ഷോപ്പിലെ ലൈവ് വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ കടയുടെ ഉടമസ്ഥൻ ആ കോൾ കട്ട് ചെയ്യുന്നു. ശേഷം അവൾ അവനെ വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ ഒരാൾ നമ്മുടെ വക്കീലിനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ബിസിനസ്മാൻ്റെ ഡ്രൈവർ മിങ് ചെങ് ആയിരുന്നു അത്. അങ്ങനെ നമ്മുടെ ലേഡി വക്കീൽ രാത്രി വരെ വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ടും അവൻ വരാത്തതുകൊണ്ട് അവർ അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ ലേഡി വക്കീൽ പോയ ഗ്യാപ്പിന് മിങ് ചെങ് ആ CCTV ഷോപ്പിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റുന്നു. ഈ ശബ്ദം കേട്ട ലേഡി വക്കീൽ പെട്ടെന്ന് ഞെട്ടി അവരുടെ കൺട്രോൾ വിട്ട് വണ്ടി ഒരു പോസ്റ്റിലിടിച്ച് നിൽക്കുന്നു. ഇതേ സമയം CCTV ഷോപ്പിനകത്ത് കയറിയ മിങ് ചെങ് അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഹാർഡ് ഡിസ്ക് മുഴുവനും മോഷ്ടിക്കുന്നു. കടയിലേക്ക് വണ്ടി ഇടിച്ചതുകൊണ്ട് പോലീസ് അവിടേക്ക് എത്തുന്നു. അന്നേരം മിങ് ചെങ് മോഷ്ടിച്ച ഹാർഡ് ഡിസ്ക് അടങ്ങിയ ബാഗ് തൊട്ടടുത്ത് പാർക്ക് ചെയ്ത വാനിന്റെ അടിയിലേക്ക് ഇട്ട ശേഷം പോലീസിന് കീഴടങ്ങുന്നു. എന്നിട്ട് അബദ്ധത്തിൽ സംഭവിച്ച അപകടമാണെന്ന് മൊഴി നൽകുന്നു. ഇതേ സമയം ലേഡി വക്കീൽ ആ ആക്സിഡന്റ് ആയ കാറും ഷോപ്പും എല്ലാം പരിശോധിക്കുന്നു. അന്നേരം അവിടെ പാർക്ക് ചെയ്ത വാൻ പോയിരുന്നു. അവിടെ ഒരു ബാഗ് നമ്മുടെ വക്കീൽ കാണുന്നു. അവൾ ആ ബാഗ് എടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നു. ഇതേ സമയം ആ ആക്സിഡന്റ് ആയ സ്ഥലത്തേക്ക് ഷോപ്പ് ഓണർ വരുന്നു. അവന്റെ പേരാണ് കിം ഡോങ്.
അവൻ വന്ന് നോക്കിയപ്പോൾ അവൻ്റെ ഷോപ്പ് ഇടിച്ചു പൊളിച്ച് ഇട്ടിരിക്കുന്നു. അതുകൂടാതെ ലോക്കറും ആരോ തുറന്ന് ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ ബിസിനസ്മാനായ കോടീശ്വരൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ബിസിനസ്മാൻ അവനോട്, നിന്റെ കയ്യിൽ ആ കാർ അപകടത്തിൻ്റെ CCTV ഫൂട്ടേജ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ അയാളെ തുറിച്ചു നോക്കുന്നു. ഇതേ സമയം വക്കീലും അവളുടെ കൂട്ടുകാരിയും ആ ഹാർഡ് ഡിസ്കിലെ വീഡിയോസ് പരിശോധിക്കുകയാണ്. അതിൽ യൂനോയുടെ വീഡിയോസ് മാത്രമേ ഉള്ളൂ. അന്നേരം ബിസിനസ്മാൻ കിങ് ഡോങ്ങിനോട്, യൂനോ മരിച്ച സ്ഥലത്തുള്ള CCTV ആരോ നശിപ്പിച്ചിരുന്നു. അത് നീയാണെന്ന് എനിക്കറിയാം. നീ ഒരു വില പറ, എന്നിട്ട് ആ CCTV ഫുട്ടേജ് എനിക്ക് താ. ഇത് കേട്ടപ്പോൾ കിങ് ഡോങ്ങിന് ദേഷ്യം വരുന്നു. അവൻ ആ ബിസിനസ്മാനോട്, പണത്തിനേക്കാൾ വലുതായി ഈ ലോകത്ത് ചിലതുണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവസാനം ആ ബിസിനസ്മാൻ എൻ്റെ പ്രതിശുദ്ധ വധു മരിച്ചു. അന്ന് അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയണം, എന്നാലേ അവളുടെ ആത്മാവിന് ശാന്തി കിട്ടും എന്നൊക്കെ പറഞ്ഞ് അയാളുടെ വിസിറ്റിംഗ് കാർഡ് അവിടെ വെച്ച് ആ ബിസിനസ്മാൻ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം ലേഡി വക്കീലിൻ്റെ കൂട്ടുകാരി ആ ഹാർഡ് ഡിസ്ക് മുഴുവനും ചെക്ക് ചെയ്ത് കാർ ആക്സിഡന്റ് നടന്ന ദിവസത്തെ വീഡിയോ ക്ലിപ്പ് കണ്ടെത്തുന്നു. എന്നാൽ ആ അപകടം നടക്കുന്ന സമയത്തുള്ള വീഡിയോസ് ഒന്നും പ്ലേ ആകുന്നില്ല. അവൾ അപ്പോൾ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഡിലീറ്റായ വീഡിയോസ് റിക്കവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. ഇതേ സമയം കിങ് ഡോങ് ആ ബിസിനസ്സുകാരൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ CCTV ഫുട്ടേജ് നൽകാമെന്ന് പറഞ്ഞു. പക്ഷെ അവന് ചില കണ്ടീഷൻസ് ഒക്കെയുണ്ട്. അവൻ ആ ഫ്ലാറ്റിലേക്ക് വന്നയുടെ യൂനോ കിടന്നിരിക്കുന്ന ബെഡിലേക്ക് ഒരു പ്രാന്തന പോലെ കിടന്ന് പുതപ്പൊക്കെ പുതയ്ക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവന് ചില കണ്ടീഷൻസ് ഒക്കെയുണ്ട്. യൂനോ ഇവനെ ആദ്യമായി കാണുമ്പോൾ ധരിച്ച ആ ഡ്രസ്സ് അവന് വേണം. പിന്നെ യൂനോയുടെ റിലീസാവാത്ത ലേറ്റസ്റ്റ് സോങ് അതും ഇവന് വേണം. അതുമാത്രമല്ല, ആ പാട്ട് ഇനി റിലീസ് ചെയ്യരുത്. ആ പാട്ട് ഞാൻ മാത്രം കേട്ടാൽ മതി എന്നൊക്കെ അവൻ പറയുന്നു. നമ്മുടെ ബിസിനസ്മാൻ അതൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. ശേഷം ആ ബിസിനസ്മാൻ ആ വീഡിയോ ക്ലിപ്പ് ചോദിക്കുമ്പോൾ കിങ് ഡോങ്, ഞാൻ ആരാധിക്കുന്ന താരത്തെ കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല, അവനെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് ആ വീഡിയോ കൊടുക്കാതെ അവൻ അവിടെ നിന്ന് നൈസായി ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ബിസിനസ്സുകാരൻ ആകെ തളരുന്നു. അങ്ങനെ വിചാരണ ഇങ്ങനെ നീണ്ടു പോകുന്നു. അതിനിടയിൽ വക്കീലിനോട് ഞാൻ തായ്ലാൻഡ് വരെ പോകുന്നു എന്ന് കുറിപ്പെഴുതി കൊടുത്ത ശേഷം നമ്മുടെ ബിസിനസ്മാൻ തായ്ലാൻഡിലേക്ക് പോകുന്നു. അവിടെ ഡാൻസ് ബാറിൽ ഇരുന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ് നമ്മുടെ ബിസിനസ്മാൻ. അങ്ങനെ അടുത്ത സീനിൽ ലേഡി വക്കീലും നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറും ഒരുമിച്ച് ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇവർ മുൻപ് എന്തോ കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ, നിനക്ക് ഈ കേസ് ഒഴിവാക്കിക്കൂടെ? ആ ബിസിനസ്സുകാരൻ നല്ല ആളല്ല, അയാളൊരു നീചനാണ്. അയാൾ എന്നെ വിലക്കെടുക്കാൻ വന്നിരുന്നു. അതുമാത്രമല്ല, അയാൾക്ക് എത്ര നല്ല വക്കീലന്മാരെ വേണമെങ്കിലും കിട്ടും. എന്നിട്ട് എന്തിനാണ് നിന്നെ ഈ കേസ് ഏൽപ്പിച്ചത്? അയാൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നീ കേസ് വിട് എന്നൊക്കെ നമ്മുടെ ലേഡി വക്കീലിനോട് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നു. എന്നാൽ അവൾ പറ്റില്ല എന്ന് തീർത്ത് പറയുന്നു. അതിൽ ദേഷ്യം വന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അടുത്ത സീനിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് കാണിക്കുന്നു. പെട്ടെന്നൊരു സ്റ്റാഫ് ഓടി വന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറോട്, ആ CCTV ഫൂട്ടേജ് കയ്യിലുള്ള കിങ് ഡോങ് വിളിച്ചിരുന്നു. അവൻ്റെ കയ്യിൽ ആ ആക്സിഡന്റ് നടന്ന ദിവസത്തെ CCTV ഫൂട്ടേജ് ഉണ്ട് എന്നാണ് അവൻ പറയുന്നത്. അവന് നിങ്ങളോട് സംസാരിക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവർ കോൾ കണക്ട് ചെയ്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ അവനോട് സംസാരിക്കുന്നു. അടുത്ത സീനിൽ ലേഡി വക്കീലിന്റെ വീട് കാണിക്കുന്നു. അവിടെ അവളുടെ സുഹൃത്ത് ആ ഡിലീറ്റായ ആക്സിഡന്റ് നടന്ന സമയത്തുള്ള CCTV വീഡിയോസ് റിക്കവർ ചെയ്തു. ആ വീഡിയോയിൽ ബിസിനസ്സുകാരുടെ ഡ്രൈവറായ മിങ്ചൻ യൂനോയോട് ചൂടാകുന്നു. അവർ തമ്മിൽ വഴക്കിടുന്നു. അവൻ യൂനോയെ തല്ലാനൊക്കെ പോകുന്നുണ്ട്. ആ വീഡിയോ കണ്ട് വക്കീൽ ഞെട്ടുന്നു. അങ്ങനെ അടുത്ത സീനിൽ കോടതി വിചാരണ കാണിക്കുന്നു. ഇന്ന് വിസ്തരിക്കുന്നത് ആ ഡ്രൈവറെയാണ്. അയാളോട് നമ്മുടെ ലേഡി വക്കീൽ യൂനോ എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ഡ്രൈവർ, ഞാൻ അവളുടെ ഭയങ്കര ഫാനാണ്, അവൾ നല്ലൊരു സ്ത്രീയാണ്, എന്നോട് നല്ല രീതിയിൽ പെരുമാറും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ലേഡി വക്കീൽ, അന്ന് രാത്രി പാർക്കിംഗ് സ്പേസിൽ വെച്ച് നിങ്ങൾ യൂനോയെ കാണുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? അപ്പോൾ അയാൾ, ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവൾ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. പിന്നെ അവിടെ എവിടെയോ തീ കത്തുന്നത് പോലെ എനിക്ക് തോന്നി എന്ന് അയാൾ പറയുന്നു. ഇയാൾ പറയുന്നത് കള്ളമാണെന്ന് ലേഡി വക്കീലിനറിയാം. കാരണം യൂനോയെ ഇയാൾ ആക്രമിക്കുന്ന വീഡിയോ ഫൂട്ടേജ് വക്കീൽ കണ്ടതാണ്. അതുമാത്രമല്ല, നമ്മുടെ ബിസിനസ്മാൻ യൂനോയ്ക്ക് സമ്മാനമായി നൽകിയ ആ കോസ്റ്റ്ലി വാച്ച് ഇവൻ വിൽക്കാൻ ശ്രമിച്ച കാര്യം ആ ലക്ഷറി വാച്ച് വിൽപ്പനക്കാർ ഈ ബിസിനസ്മാനെ അറിയിച്ചിരുന്നു. കാരണം ആ വാച്ച് വളരെ റെയറും കോസ്റ്റ്ലിയുമായൊരു വാച്ചാണ്. അതങ്ങനെ വിൽക്കാൻ സാധിക്കില്ല. ഈ വിവരം ബിസിനസ്മാൻ ലേഡി വക്കീലിനെ അറിയിച്ചിരുന്നു. പെട്ടെന്ന് അവൾ ആ വാച്ചിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഡ്രൈവർക്ക് മറുപടിയൊന്നും ഇല്ലായിരുന്നു. അവൻ ആ ചോദ്യത്തിന് വ്യക്തമായി മറുപടിയൊന്നും നൽകുന്നില്ല. ഇങ്ങനെ എല്ലാവരും അവനെ സംശയിക്കുമ്പോൾ നമ്മുടെ വക്കീൽ ആ അപകടം നടന്ന ദിവസം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. സാധാരണ മീര മദ്യപിച്ചാൽ നിങ്ങളല്ലേ അവളെ കൊണ്ടുവിടാറ്? അന്നും നിങ്ങളാണോ അവളെ കൊണ്ടുവിട്ടത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ആ ഡ്രൈവർ, നിങ്ങൾക്ക് യൂനോയെക്കുറിച്ച് എന്തറിയാം? അപ്പോൾ വക്കീൽ, ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. അന്നേരം ദേഷ്യത്തോടെ ഡ്രൈവർ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, നിങ്ങൾക്ക് അവളെക്കുറിച്ച് എന്തറിയാം? ആയിരിക്കുന്ന അയാൾക്ക് പോലും അവളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ബിസിനസ്മാനെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ വക്കീൽ അതിനിടയിൽ, നിങ്ങളാണോ അവളെ കൊന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഡ്രൈവർ, അതെ, ഞാനാണ് അവളെ കൊന്നത്, അവളൊരു വേശ്യയായിരുന്നു, അതുകൊണ്ട് ഞാൻ അവളെ കൊന്നുകളഞ്ഞു എന്ന് അയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. ശേഷം കോടതി സാക്ഷിയുടെ മൊഴി തെളിവായി പരിഗണിക്കുന്നു.
അതായത് ഡ്രൈവറാണ് കൊലയാളിയെന്ന് കോടതിക്ക് സംശയമുണ്ട്. എന്നാൽ പ്രോസിക്യൂഷൻ വക്കീലിന് ഡ്രൈവറെ അത്രയ്ക്ക് വിശ്വാസം പോരാ. അയാൾ ആ ഡ്രൈവറുടെ അടുത്ത് വന്ന് എത്ര കിട്ടിയെന്ന് ചോദിക്കുന്നു. അതായത് ആ ബിസിനസ്സുകാരൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഈ കുറ്റം ഏറ്റുപറഞ്ഞതിന് എത്ര കിട്ടിയെന്ന്. അപ്പോൾ നമ്മുടെ വക്കീൽ ഒബ്ജക്ഷൻ പറയുന്നു. അന്നേരം പ്രോസിക്യൂട്ടർ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത് എന്ന് അറിയണമെങ്കിൽ ആ CCTV ഫൂട്ടേജ് കിട്ടണം. ആ വീഡിയോസ് ഒരാളുടെ കയ്യിലുണ്ട്. അയാൾ യൂനോയുടെ ഫാനാണ്. അതുകൂടാതെ CCTV ഇൻസ്റ്റാൾ ആൻഡ് മെയിൻ്റനൻസ് ചെയ്യുന്നതാണ് അയാളുടെ ജോലി. അദ്ദേഹത്തിൻ്റെ പേര് കിങ് ഡോങ് എന്നാണ്. അദ്ദേഹം ആ വീഡിയോ കൊണ്ട് ഇപ്പോൾ ഈ കോടതിയിലേക്ക് എത്തും. അയാളെ സാക്ഷിയായി പരിഗണിക്കണമെന്ന് പ്രോസിക്യൂട്ടർ കോടതിയോട് ആവശ്യപ്പെടുന്നു. ഇത് കേട്ട നമ്മുടെ വക്കീലും ബിസിനസ്മാനും ഒന്ന് ഞെട്ടുന്നു. ഈ ഒരു സാക്ഷി ഇവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുമാത്രമല്ല, നമ്മുടെ ബിസിനസ്മാൻ അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് എല്ലാം സെറ്റാക്കിയതാണ്. പിന്നെ എന്തിനാണ് അവൻ വീണ്ടും വന്നത്? അതുകൂടാതെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ CCTV ഫൂട്ടേജും നമ്മുടെ ലേഡി വക്കീലിനെ കിട്ടിയിരുന്നു. പിന്നെ എവിടെ നിന്നാണ് ഈ പുതിയ CCTV ഫൂട്ടേജ്? അങ്ങനെ എല്ലാവരും കിങ് ഡോങ്ങിനെ വെയിറ്റ് ചെയ്യുന്നു. അന്നേരം പ്രോസിക്യൂട്ടർ ജഡ്ജിനോട് ആ സാക്ഷി ഇതുവരെ എത്തിയിട്ടില്ല, എത്താൻ കുറച്ച് സമയമെടുക്കും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ജഡ്ജ്, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? നിങ്ങളല്ലേ സാക്ഷിയാക്കാൻ റിക്വസ്റ്റ് കൊടുത്തത്? ഇപ്പോൾ അയാൾ ഇവിടെ ഇല്ല എന്നും നിങ്ങൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ജഡ്ജ് പ്രോസിക്യൂട്ടറോട് ചൂടാവുന്നു. അന്നേരം പ്രോസിക്യൂട്ടർ, പ്രധാന സാക്ഷിയാണ് മാം, ഇപ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കോടതി 20 മിനിറ്റ് സമയം അനുവദിക്കുന്നു. അതുവരെ കോടതി ബ്രേക്ക് കൊടുക്കുന്നു. അങ്ങനെ കോടതിക്ക് പുറത്തു വന്ന ലേഡി വക്കീലിനോട് ആ ബിസിനസ്മാൻ കിങ് ഡോങ് ആ വീഡിയോ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുത്, അവനെ ഞാൻ തടയാം. ആ വീഡിയോ കോടതിയുടെ കയ്യിൽ കിട്ടിയാൽ എൻ്റെ മകളുടെ ഭാവി എന്തായിരിക്കും? അപ്പോൾ ലേഡി വക്കീൽ, ആ ഡ്രൈവറാണ് കൊലപാതകി എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ബിസിനസ്മാൻ കിങ് ഡോങ്ങിനെ തടയണം, അവൻ വന്നാൽ കുഴപ്പമാണ്. അന്നേരം അയാൾക്കൊരു ഫോൺ കോൾ വരുന്നു. കിങ് ഡോങ് താഴെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് എന്നായിരുന്നു ആ കോൾ. അപ്പോൾ തന്നെ ബിസിനസ്മാൻ വക്കീലിനോട് അവൻ പാർക്കിങ്ങിലുണ്ട്, 5 മിനിറ്റ് ഞാൻ അവനെ പൊക്കാം എന്ന് പറഞ്ഞ് അയാൾ പാർക്കിങ്ങിലേക്ക് ഓടുന്നു. എന്നാൽ ലേഡി വക്കീലിനെ എന്ത് ചെയ്യണമെന്നറിയാതെ നേരെ വന്ന് പ്രോസിക്യൂട്ടർ വക്കീലിനെ കാണുന്നു. അപ്പോൾ അയാൾ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ കേസ് വിടുമെന്ന്. അയാൾ ഒരു ദുഷ്ടനാണ്. ആ ഡ്രൈവർ അയാളുടെ വെറും പാവയാണ്. അവൻ മനഃപൂർവ്വം കുറ്റസമ്മതം നടത്തിയതാണ്. അപ്പോൾ ലേഡി വക്കീൽ പ്രോസിക്യൂട്ടറോട്, ഡ്രൈവർ കുറ്റസമ്മതം നടത്തിയില്ലേ, പിന്നെ എന്താണ് പ്രശ്നം? അപ്പോൾ പ്രോസിക്യൂട്ടർ, യഥാർത്ഥ CCTV ഫൂട്ടേജുമായാണ് കിങ് ഡോങ് ഇപ്പോൾ എത്തുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഒരുത്തൻ വന്ന് പ്രോസിക്യൂട്ടറോട് ആ സാക്ഷി വന്നു എന്ന് പറയുന്നു. അയാൾ വേഗം തന്നെ സാക്ഷിയുടെ അടുത്തേക്ക് പോകുന്നു. ഇതേ സമയം നമ്മുടെ ലേഡി വക്കീൽ ഏതാണ് ശരി എന്താണ് ശരിയെന്നറിയാതെ ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. അവൾ നേരെ പാർക്കിങ്ങിലേക്ക് വരുന്നു. ഇതേ സമയം പാർക്കിങ്ങിൽ ബിസിനസ്മാൻ കിങ് ഡോങ്ങുമായി തർക്കിക്കുകയാണ്. നീ ഒരിക്കലും ഇത് ചെയ്യരുത്, നമ്മുടെ കരാർ ഓർമ്മയില്ലേ, നിനക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ അവൻ ഒന്നിനും വഴങ്ങുന്നില്ല. അങ്ങനെ അവനെ ബിസിനസ്മാൻ്റെ ആൾക്കാർ വന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. അന്നേരം കൃത്യമായി നമ്മുടെ ലേഡി വക്കീൽ അവിടെ എത്തുന്നു. അപ്പോൾ കിങ് ഡോങ് ആ വീഡിയോ അടങ്ങിയ ഫൂട്ടേജുള്ള പെൻഡ്രൈവ് അവൾക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ശേഷം കിങ് ഡോങ് വക്കീലിനോട്, ആ ബിസിനസ്മാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കള്ളമാണ്, നീ ആളെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നു. അതിനിടയിൽ ആ ബിസിനസ്മാൻ്റെ ആൾക്കാർ കിങ് ഡോങ്ങിനെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. അന്നേരം ആ ലേഡി വക്കീൽ ആ പെൻഡ്രൈവ് നിലത്തു നിന്നും എടുത്തിരുന്നു. ഇത് കണ്ട ബിസിനസ്മാൻ ലേഡി വക്കീലിന്റെ കയ്യിൽ നിന്നും ആ പെൻഡ്രൈവ് പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് അവളോട് മുകളിലേക്ക് ചെല്ലി, വിചാരണ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. അവൾ ആ ബിസിനസ്മാന്റെ പുറകെ വന്ന് ആരാണ് യഥാർത്ഥ കൊലയാളി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അയാൾ തന്ന കാശിന് മര്യാദയ്ക്ക് പണിയെടുക്കുക എന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ ലേഡി വക്കീലിന് ആകെ കൺഫ്യൂഷൻ ആകുന്നു, ആരാണ് ശരി ആരാണ് യഥാർത്ഥ കൊലയാളി എന്നോർത്ത്. അങ്ങനെ വിചാരണ ബ്രേക്കിന് ശേഷം തുടങ്ങുന്നു. കിങ് ഡോങ് എത്താത്തതുകൊണ്ട് അയാളെ പിന്നീട് ഒരു ദിവസം വിസ്തരിക്കാമെന്ന് ജഡ്ജി പറയുന്നു. അപ്പോൾ പ്രോസിക്യൂട്ടർ കുറച്ച് സമയം കൂടി തരണം എന്നൊക്കെ ജഡ്ജിനോട് അപേക്ഷിക്കുന്നു. അന്നേരം നമ്മുടെ ലേഡി വക്കീൽ പ്രോസിക്യൂട്ടറുടെ അടുത്ത് പോയി കിങ് ഡോങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ അടങ്ങിയ പെൻഡ്രൈവ് ആ ബിസിനസ്സുകാരന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ടതും പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയോട് ആ ബിസിനസ്സുകാരനെ വിറ്റ്നസ് സ്റ്റാൻഡിലേക്ക് നിർത്താൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ലേഡി വക്കീൽ ഒബ്ജക്ഷൻ പ്രകടിപ്പിക്കാത്തതുകൊണ്ട് കോടതി അതിന് അനുവാദം കൊടുക്കുന്നു. അന്നേരം പ്രോസിക്യൂട്ടർ ആ ബിസിനസ്സുകാരനോട്, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യവും ചോദിക്കില്ല, എനിക്ക് വേണ്ടത് ആ പെൻഡ്രൈവാണ്, അത് നിങ്ങളുടെ കയ്യിലുണ്ട്, അത് കിട്ടിയ ശേഷം മാത്രമേ ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കൂ, അതുവരെ നിങ്ങൾക്ക് ഇവിടെ മിണ്ടാതിരിക്കാം എന്ന് പറയുന്നു. അടുത്ത സീനിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അസിസ്റ്റന്റ് സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ കാണാൻ വന്നിരിക്കുകയാണ്. അവൻ ആ ബിസിനസ്സുകാരൻ കിങ് ഡോങ്ങിന്റെ കയ്യിൽ നിന്നും പെൻഡ്രൈവ് പിടിച്ചു വാങ്ങുന്ന CCTV വീഡിയോ ഒക്കെ കാണിച്ച് കൺവിൻസ് ചെയ്ത ശേഷം സെർച്ച് വാറന്റ് വാങ്ങുന്നു. ശേഷം കോടതിക്ക് സെർച്ച് വാറന്റ് ബോധ്യപ്പെടുത്തിയ ശേഷം ആ ബിസിനസ്സുകാരന്റെ ദേഹപരിശോധന നടത്തുന്നു. അന്നേരം അയാളുടെ പോക്കറ്റിൽ നിന്നും പെൻഡ്രൈവ് അവർക്ക് കിട്ടുന്നു. ശേഷം ആ പെൻഡ്രൈവ് പ്ലേ ചെയ്യുന്നു. ആ CCTV വീഡിയോയിൽ കൃത്യമായി കാണാം യൂനയെ കാറിടിപ്പിച്ച് കൊല്ലുന്നത്. എന്നാൽ ആ കാറോടിച്ച ആളെ കണ്ട് എല്ലാവരും ഞെട്ടുന്നു. അത് മറ്റാരുമായിരുന്നില്ല, യൂനയുടെ പ്രതിശുദ്ധ വരനായ നമ്മുടെ ബിസിനസ്സുകാരനായിരുന്നു അത്. കാറിടിച്ച് നിലത്ത് വീണ യൂനയെ അയാൾ വീണ്ടും വീണ്ടും ക്രൂരമായി മർദ്ദിക്കുന്നു, തല പിടിച്ച് ചുമരിലടിക്കുന്നു. അതിനുശേഷം അവളെ കൊല്ലുന്നു. ശേഷം കുടിച്ച് ലക്കുകെട്ട മകളെ കാറിൽ കയറ്റി അയാൾ വണ്ടിയോടിച്ചു പോകുന്നു. ഇതൊക്കെ കണ്ട് മീര കോടതിയിൽ തലകറങ്ങി വീഴുന്നു. അങ്ങനെ ആ വീഡിയോ ഒക്കെ കണ്ട ശേഷം പബ്ലിക് പ്രോസിക്യൂട്ടർ, ഇയാൾക്ക് യൂനയോട് പകയാണ്,
കാരണം മുൻ കാമുകന്റെ കൂടെയുള്ള സെക്സ് വീഡിയോ ഇയാളും കണ്ടിരുന്നു. അതിനുശേഷമാണ് ഇയാൾക്ക് യൂനയോട് പക തോന്നിയത്. സ്വന്തം ഭാര്യയെ പോലെ കൊണ്ടു നടന്നവൾ ചതിച്ചപ്പോൾ ഇയാൾക്ക് സഹിച്ചില്ല. ആ പക യൂനയുടെ കൊലപാതകത്തിലേക്ക് എത്തിച്ചു എന്നൊക്കെ പ്രോസിക്യൂട്ടർ വാദിക്കുന്നു. അങ്ങനെ യൂനയുടെ കൊലയാളി ആ ബിസിനസ്സുകാരനാണെന്ന് തെളിഞ്ഞു. അതുകൊണ്ട് കോടതി അയാളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുന്നു. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അടുത്ത സീനിൽ ലേഡി വക്കീലിന്റെ പുതിയ ഓഫീസ് കാണിക്കുന്നു. അവിടേക്ക് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നിരിക്കുകയാണ്. അയാൾ അവളോട്, നീ എന്നെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ കേസ് ജയിച്ചത്. നിന്റെ കക്ഷിയാണെങ്കിൽ കൂടിയും നീ സത്യത്തിന്റെ പക്ഷത്തു നിന്നു. യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ നീ എന്നെ സഹായിച്ചു. അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മുടെ വക്കീലിനോട് പറയുന്നു. കേസ് തെളിയിച്ചതുകൊണ്ട് പ്രോസിക്യൂട്ടറിന് കുറേ അഭിനന്ദനങ്ങളും പ്രൊമോഷനും ഒക്കെ കിട്ടുന്നു. അടുത്ത സീനിൽ നമ്മുടെ ലേഡി വക്കീലിനെ കാണാൻ നമ്മുടെ ബിസിനസ്സുകാരൻ്റെ ആൾക്കാർ വന്നിരിക്കുകയാണ്. അവർ അവളോട്, നിങ്ങളെ ഞങ്ങളുടെ ബോസിന്റെ ലീഗൽ കൗൺസിലറാക്കാൻ ബോസിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഫയൽസും മറ്റു കാര്യങ്ങളും അവിടെ വെച്ച് പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം ലേഡി വക്കീൽ ആ എഗ്രിമെന്റും കൊണ്ട് ബിസിനസ്സുകാരനെ ജയിലിൽ പോയി കാണുന്നു. എന്നിട്ട് അയാളോട്, എന്തിനാണ് എന്നെ നിങ്ങളുടെ ലീഗൽ അഡ്വൈസർ ആക്കുന്നത്? നിങ്ങൾ എന്നോട് കുറേ നുണകൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് മുഴുവനും നുണകൾ മാത്രമാണ്. നിങ്ങൾ എന്നോട് എത്ര കള്ളങ്ങളാണ് പറഞ്ഞത്? അപ്പോൾ ആ ബിസിനസ്സുകാരൻ എന്നോട്, ക്ഷമിക്ക്, നീ ഇപ്പോൾ പുതിയ ഓഫീസൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ നിനക്ക് കുറേ പണം വേണ്ടി വരും. എൻ്റെ കേസ് നീ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് എന്നെ ഈ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്ക്. നിനക്ക് വേണ്ട പണം ഞാൻ തരാം എന്ന് പറയുന്നു. അപ്പോൾ ലേഡി വക്കീൽ ദേഷ്യപ്പെട്ട്, ഞാൻ എന്തിനു നിങ്ങളെ രക്ഷിക്കണം? നിങ്ങൾ ഇതുവരെ എന്നോട് സത്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മകളുടെ കേസ് എന്നെ ഏൽപ്പിച്ചത്? അതാദ്യം പറ. അതിനുശേഷം ഞാൻ നിങ്ങളുടെ കേസ് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്ന് അവൾ പറയുന്നു. അപ്പോൾ ആ ബിസിനസ്മാൻ, നീ ആദ്യം ഈ എഗ്രിമെന്റിൽ ഒപ്പിട്. അതിനുശേഷം എന്തുകൊണ്ടാണ് എൻ്റെ മകളുടെ കേസ് നിന്നെ ഏൽപ്പിച്ചത് എന്നതിന്റെ കാരണം ഞാൻ പറയാമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ അവൾ ആ എഗ്രിമെന്റിൽ ഒപ്പിട്ട ശേഷം ആ ബിസിനസ്സുകാരൻ, ഇപ്പോൾ നമ്മൾ അറ്റോർണി ക്ലയന്റ് എന്ന എഗ്രിമെന്റിൽ ഒപ്പിട്ടിരിക്കുന്നു, താങ്ക്സ് എന്ന് പറഞ്ഞ് അയാൾ എഴുന്നേറ്റ് പോകുന്നു. വേറൊരു കാര്യവും പറയുന്നില്ല. ആ ബിസിനസ്സുകാരൻ നമ്മളെ വക്കീലിനെ നൈസായി തേച്ചു. അടുത്ത സീനിൽ ബിസിനസ്സുകാരൻ്റെ വിശ്വസ്തനായ ഡ്രൈവറായ മിങ് ചങ് മീരയെ ഒരു അപ്പാർട്ട്മെന്റ് കാണിക്കുന്നു. ഇതാണ് നിന്റെ പുതിയ അപ്പാർട്ട്മെന്റ്. നിന്റെ കറക്കവും പഴയ ജീവിതവും ഒക്കെ നീ ഉപേക്ഷിക്കണം. ഇനി മുതൽ നിന്നെ സഹായിക്കാൻ ആരുമില്ല. നീ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കുമെന്ന് പറഞ്ഞ് അയാൾ പോകുന്നു. അപ്പോൾ മീര, എനിക്ക് അച്ഛനെ കാണണം. അച്ഛനാണോ യൂനയെ കൊന്നത്? ആ കോടതിയിൽ കാണിച്ച CCTV വീഡിയോയിലുള്ള ആ പെണ്ണ്, അത് ഞാനല്ല. അന്ന് എന്താണ് സംഭവിച്ചത്? എനിക്കറിയണം. എന്നെ ഒന്ന് സഹായിക്ക് എന്ന് അവൾ മിങ് ചങ്ങിനോട് പറയുന്നു. അപ്പോൾ അയാൾ, അത് നീ അറിയണ്ട, അത് നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നീ കരുതുന്നത് പോലെയല്ല കാര്യങ്ങളൊന്നും, അത് നിന്റെ കയ്യിൽ നിൽക്കില്ല എന്നൊക്കെ അയാൾ പറയുന്നു. അപ്പോൾ എന്നെ കൊണ്ട് പറ്റും, എൻ്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കരുതി എന്നെ ഒന്ന് സഹായിക്ക്. എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറ എന്ന് മീര അയാളോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ അയാൾ അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു ഫോൺ എടുത്ത് മീരയ്ക്ക് നൽകുന്നു. ശേഷം മീര ആ ഫോൺ എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ആ ഫോണിന്റെ പിറകിൽ ഒരു ചാവി ഉണ്ടായിരുന്നു. മീര നേരെ പോയത് നമ്മുടെ ലേഡി വക്കീലിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ ഡ്രൈവർ കൊടുത്ത ഫോൺ ചെക്ക് ചെയ്യുന്നു. അതിൽ കോണ്ടാക്റ്റോ അഡ്രസ്സോ ഒന്നും തന്നെയില്ല. ആകെ ഉള്ളത് ബാങ്കോക്കിലെ ഒരു നഗരത്തിന്റെ മാപ്പും ഫോട്ടോയും മാത്രമാണ്. അപ്പോഴാണ് നമ്മുടെ വക്കീലിന് ഒരു കാര്യം ഓർമ്മ വന്നത്. കേസിന്റെ വിചാരണ നടക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ബിസിനസ്മാൻ തായ്ലാൻഡിലേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നുവെന്ന് മീരയോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ബാങ്കോക്കിലേക്ക് പോകുന്നു. ശേഷം ഡ്രൈവർ കൊടുത്ത ഫോണിലെ മാപ്പിൽ കാണിച്ച ലൊക്കേഷനിലേക്ക് അവർ എത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിന്റെ ഷട്ടർ തുറക്കാൻ വക്കീൽ ശ്രമിക്കുന്നു. അന്നേരം മീര അവിടെയുള്ള ഒരു പൂട്ട് കാണുകയും അവളുടെ കയ്യിലുള്ള ഡ്രൈവർ കൊടുത്ത ഫോണിലെ ചാവി യൂസ് ചെയ്ത് അവർ ആ പൂട്ട് തുറക്കുന്നു. അങ്ങനെ അവർ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അതൊരു ഒഴിഞ്ഞ, നശിച്ച, ഉപയോഗശൂന്യമായ ഒരു ഗോഡൌൺ ആയിരുന്നു. അതിനകത്ത് ഒന്നും തന്നെയില്ല. പിന്നെ എന്തിനാണ് അച്ഛനും അച്ഛൻ്റെ ഡ്രൈവറും ഈ ഒരു ഗോഡൌൺ ഇത്രയ്ക്കും സീക്രട്ടായി സൂക്ഷിച്ചത് എന്ന് ആലോചിച്ച് മീര മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു സെറ്റിട്ടിരിക്കുന്നത് ഇവർ കാണുന്നു. അതായത് യൂനയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ച ക്ലബിലെ പാർക്കിംഗ് സൈറ്റ് അതേപോലെ ഇവിടെ ബിൽഡിങ്ങിനകത്ത് സെറ്റിട്ട് വെച്ചിരിക്കുന്നു. ഒരു വ്യത്യാസവുമില്ല. ഇത് കണ്ട മീരയ്ക്ക് സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നു. അവൾ സങ്കടം സഹിക്കാൻ വയ്യാതെ കരയുന്നു. ശേഷം മീര അച്ഛനെ ജയിലിൽ വന്ന് കാണുന്നു. അവൾ അച്ഛനോട്, ഞാൻ ബാങ്കോക്കിലേക്ക് പോയിരുന്നു, എല്ലാം എൻ്റെ തെറ്റാണ്, ഞാനാണ് എല്ലാം ചെയ്തത്, എന്നോട് ക്ഷമിക്കച്ച എന്ന് പറഞ്ഞവൾ കരയുന്നു. അപ്പോൾ ബിസിനസ്മാൻ, നീ കരയരുത്, നീ ഇനി മദ്യപിക്കരുത്, നീ മദ്യപിച്ചാൽ ഭയങ്കര അലമ്പാണ്, ഇനി നീ ഒരിക്കലും മദ്യപിക്കരുത് എന്ന് അയാൾ മീരയോട് പറയുന്നു. ഇത്രയുമായിട്ടും അയാൾ മകളെ കുറ്റപ്പെടുത്തുന്നില്ല. അച്ഛൻ്റെ അവസ്ഥ കണ്ട് മീര പൊട്ടിക്കരയുന്നു. ആ കരച്ചിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ തിരിച്ചു പോകുന്നു. പോകാൻ നേരം അയാൾ മകളോട്, നീ ഇടയ്ക്ക് വരണം, എനിക്ക് നിന്നെ വല്ലാണ്ട് മിസ്സാകുന്നു എന്ന് പറഞ്ഞ ശേഷം അയാൾ ജയിലിനകത്തേക്ക് പോകുന്നു. ഇത് കണ്ട മീര ഉറക്കെ കരയുന്നു. അടുത്ത സീനിൽ വിചാരണക്കായി നമ്മുടെ ബിസിനസ്മാനെ കോടതിയിൽ ഹാജരാക്കുന്നു. അവിടെ മുഴുവനും മാധ്യമപ്രവർത്തകരാണ്. അന്നേരം കോടതിയിലിരുന്ന് അയാൾ നടന്ന കാര്യങ്ങൾ ഓരോന്നായി ഓർക്കുന്നു. നമ്മുടെ ഫാൻ ബോയ് CCTV ഓപ്പറേറ്റർ കിങ് ഡോങ്ങിന്റെ കയ്യിൽ നിന്നും ആക്സിഡന്റ് സംഭവിച്ച അന്ന് രാത്രിയുള്ള CCTV ഫുട്ടേജ് ബിസിനസ്മാൻ ഇരുന്ന് കാണുന്നു. അതിൽ സ്വന്തം മകൾ തന്നെയാണ് മദ്യപിച്ച് അലക്ഷ്യമായി വാഹനമോടിച്ച് തന്റെ ഭാവി വധുവിനെ കൊല്ലുന്നത്. ആ രംഗം കണ്ട് അയാൾ പൊട്ടിക്കരയുന്നു. ശേഷം അപകടമാണെങ്കിലും അതൊരു കൊലപാതകമാണ്. കാമുകി എന്തായാലും നഷ്ടപ്പെട്ടു. ഇനി മകളും കൂടി നഷ്ടമായാൽ അയാൾക്ക് സഹിക്കാൻ പറ്റില്ല.
അതുകൊണ്ട് കിങ് ഡോങ്ങിനോട് ഇതെല്ലാം എൻ്റെ തെറ്റാണ്, ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് ഈ കുറ്റത്തിൻ്റെ ശിക്ഷ ഞാൻ ഏൽക്കാം, എന്നെ ഒന്ന് നീ സഹായിക്ക് എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. അങ്ങനെ ബാങ്കോക്കിൽ ആളൊഴിഞ്ഞ ഒരു ഗോഡൌണിൽ ആക്സിഡന്റ് നടന്ന അന്ന് രാത്രിയുള്ള പാർക്കിംഗ് ഏരിയ അതേപോലെ സെറ്റിടുകയും അവിടെ പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയും ആ വണ്ടിയുടെ ഫേക്ക് നമ്പറും സെറ്റ് ചെയ്യുന്നു. അങ്ങനെ സെറ്റിന്റെ പണി പൂർത്തിയായപ്പോൾ കാമുകിയുടെയും മകളുടെയും രൂപസാദൃശ്യമുള്ള 2 സ്ത്രീകളെ കൊണ്ടുവന്ന് അയാൾ ആ ആക്സിഡന്റ് റീക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ കാർ ഓടിച്ചത് താനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. എന്നാൽ നമ്മുടെ പ്രോസിക്യൂട്ടർ ഇങ്ങനൊരു വീഡിയോ കണ്ടാൽ വിശ്വസിക്കില്ല എന്ന് നമ്മുടെ ബിസിനസ്മാന് അറിയാം. അതിനായി കിങ് ഡോങ്ങിനോട് നീ ആ പ്രോസിക്യൂട്ടറെ വിളിച്ച് യൂനോയുടെ മരണവുമായി ബന്ധപ്പെട്ട തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയണം, ബാക്കി അവനെ വിശ്വസിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ നോക്കാമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവരുടെ പ്ലാൻ പ്രകാരമാണ് ആ പാർക്കിങ്ങിൽ വെച്ച് കിങ് ഡോങ്ങിനെ ബിസിനസ്മാൻ തടഞ്ഞതും അവനെ തട്ടിക്കൊണ്ട് പോയതും. എന്നാൽ തൻ്റെ ഭാവി വധുവിനെ പോലെ മേക്കപ്പിട്ട പെണ്ണിനെ കണ്ടപ്പോൾ നമ്മുടെ ബിസിനസ്മാന് തൻ്റെ കാമുകിയെ ഓർമ്മ വരുന്നു. അയാൾ അവളോട് തൻ്റെ കാമുകി എന്ന് സങ്കല്പിച്ച് മാപ്പ് ചോദിക്കുന്നു. ഈ സീൻ ഭയങ്കര ഇമോഷണലി ഫീൽ നൽകുന്ന ഒരു സീനാണ്. അയാൾക്ക് തൻ്റെ കാമുകി തന്നോട് സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. യൂനയ്ക്ക് അച്ഛനും മകളും ഒന്നിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അവൾ ജീവിച്ചിരിക്കുമ്പോൾ അത് നടന്നില്ല, പക്ഷെ മരണം കൊണ്ട് നടന്നു. ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച 2 പേരെ മരണം വേർപെടുത്തിയ വേദന ഈ സീനിൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബിസിനസ്മാൻ തൻ്റെ മകളുടെയും കാമുകിയുടെയും വേഷം കെട്ടിയവരെ യാത്രയാക്കുന്നു. അവർ പോയ ശേഷം അയാൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നു. ഇതിൽ ലേഡി വക്കീലിനെ മകളുടെ കേസ് ഏൽപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ആ ലേഡി വക്കീൽ സത്യസന്ധയാണ്. ആര് തെറ്റ് ചെയ്താലും അവർ സഹായിക്കില്ല. ബിസിനസ്മാൻ കുറ്റവാളി എന്നറിഞ്ഞാൽ അവൾ അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നയാൾക്കറിയാം. അതുകൊണ്ടാണ് മകളെ രക്ഷിക്കാൻ വേണ്ടി ഈ ലേഡി വക്കീലിനെ അയാൾ ഈ കേസ് ഏൽപ്പിച്ചത്. അതുകൂടാതെ തൻ്റെ നിരപരാധിത്വം അറിഞ്ഞാൽ ആ ലേഡി വക്കീൽ തന്നെയും രക്ഷിക്കും എന്നയാൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അയാളുടെ കേസും ആ ലേഡി വക്കീലിനെ ഏൽപ്പിച്ചത്. മരിച്ച യൂനോ നമ്മുടെ ബിസിനസ്മാനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. അവൾക്ക് മുമ്പൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന കാര്യവും ആ പ്രൈവറ്റ് വീഡിയോയുടെ കാര്യവും അവൾ ഇയാളോട് പറഞ്ഞിരുന്നു. യൂനോയ്ക്ക് ഇയാളുടെ കൂടെയും മകളുടെ കൂടെയും ഒന്നിച്ച് ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ വിധി അതിന് സമ്മതിച്ചില്ല. നമ്മുടെ ബിസിനസ്മാൻ എല്ലാം ഉണ്ടായിട്ടും അയാൾ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. കൂട്ടിന് ആരും തന്നെയില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.